ഹായ് ഫിച്ചി ഡോക്ടേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. നമ്മുടെ വൺ ഷോട്ട് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എനിക്കിവിടെ ഈ ഒരു സീരീസിൽ നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ചില ചാപ്റ്റേഴ്സിലെ ചില മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അത് മക്കൾക്ക് എത്ര പഠിച്ചാലും ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ആ ടോപ്പിക്സ് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം, എങ്ങനെ നമുക്ക് പഠിക്കാന്നുള്ള ചില കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ് 11th ബോട്ടണിയിലെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഫിസിയോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്, മക്കൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ഇതൊന്നും നമുക്ക് നല്ല പോലെ നോക്കി പഠിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിന് നമ്മുടെ ചാപ്റ്ററിന്റെ ഔട്ട്ലൈൻ നോക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് NCERT നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. ആദ്യം നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഡു പ്ലാന്റ്സ് ബ്രീത്ത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. ഡു പ്ലാന്റ്സ് ബ്രീത്ത്. അപ്പൊ എന്താണ് റെസ്പിറേഷൻ, അതുപോലെ തന്നെ പ്ലാന്റ്സിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ പ്ലാന്റ് പാർട്ടിനും അതിൻ്റെതായ റെസ്പിറേറ്ററി റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ഓർഗൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. ബിക്കോസ് പ്ലാന്റ്സിൽ കണ്ടക്ഷൻ ലോങ് ഡിസ്റ്റൻസസിൽ ഡിഫിക്കൽട്ട് ആണ്. അത് എന്തുകൊണ്ടാണ്, അതൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുക ഇൻട്രോഡക്ടറി പാർട്ടിൽ. പിന്നെ നമ്മൾ വരുന്നത് നമ്മുടെ റെസ്പിറേഷന്റെ ഫസ്റ്റ് പ്രോസസ് ആയിട്ടുള്ള ഗ്ലൈക്കോലിസിസിലേക്കാണ് അല്ലേ. ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബ്രേക്ക് ഡൗൺ ഓഫ് ഷുഗർ ദാറ്റ് ഈസ് ഗ്ലൂക്കോസ് ഇൻ ടു പൈറുവേറ്റ് ത്രൂ ഇറ്റ്സ് പാർഷ്യൽ ഓക്സിഡേഷൻ അല്ലെ. അപ്പൊ അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പഠിക്കുക റെസ്പിറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗ്ലൈക്കോലിസിസ്. പിന്നെ നമ്മൾ പോകുന്നത് അനൈറോബിക് റെസ്പിറേഷനിലാണ്. അനൈറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്സിജന്റെ ആബ്സെൻസിൽ, ഓക്സിജൻ ഇല്ലാത്ത സെല്ലുകളിൽ എന്ത് നടക്കും, അനൈറോബിക് പ്രോസസ്സ് നടക്കും. അതായത് അവിടെ ഫെർമെന്റേഷൻ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത് അല്ലെ. ഫെർമെന്റേഷനിൽ നമുക്ക് വലിയ ATP ഗെയിൻ ഒന്നും ഇല്ല. ഗ്ലൈക്കോലിസിസിലൂടെ കിട്ടിയ ATP NADH അവിടെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഗ്ലൈക്കോലിസിസ് നമുക്ക് ടോട്ടൽ 2 ATP ആണ് ബാക്കി ഉണ്ടാവുക. ആ 2 ATP ആണ് ശരിക്കും അനൈറോബിക് റെസ്പിറേഷന്റെ പ്രൊഡക്റ്റ് ആയിട്ട് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നടക്കുക ഫെർമെന്റേഷൻ ആണ്. ഫെർമെന്റേഷനിൽ നമ്മളിവിടെ 2 തരം ഫെർമെന്റേഷൻ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ ആൻഡ് എഥനോളിക് ഓർ ആൽക്കഹോൾ ഫെർമെന്റേഷൻ. ഇതിൻ്റെ ഈ 2 കാര്യം പഠിക്കുന്നുണ്ട്. പ്ലസ് നമുക്കറിയാം ആൽക്കഹോൾ ഫെർമെന്റേഷനിൽ നമുക്ക് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ കിട്ടുന്നുണ്ട് പ്രോഡക്ട്സ് ആയിട്ട്. അപ്പം അവിടെ നമുക്ക് വലിയ ATP ഗെയിൻ ഒന്നും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ പോവുക നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയറോബിക് റെസ്പിറേഷനിലേക്കാണ്. മക്കൾ ഫുൾ ചാപ്റ്റർ ഒന്ന് ഓർത്തെടുക്കാനാണ് നോക്കുന്നതെങ്കിലാണ് കേട്ടോ മിസ് ഇത് പറഞ്ഞു തരുന്നത്. എയറോബിക് റെസ്പിറേഷൻ നമുക്കറിയാം നടക്കുന്നത് നമ്മുടെ മൈറ്റോകോൺട്രിയയിലാണ്. ബാക്കി അതുവരെയുള്ള പ്രോസസ്സുകൾ ഗ്ലൈക്കോലിസിസും നമ്മുടെ അനൈറോബിക് റെസ്പിറേഷനും ഒക്കെ നടക്കുന്നത് എവിടെയാണ്, സൈറ്റോപ്ലാസത്തിലാണ്. ആൻഡ് എയറോബിക് റെസ്പിറേഷൻ നടക്കുക സെല്ലിന്റെ മൈറ്റോകോൺട്രിയയിലാണ്. അപ്പം എയറോബിക് റെസ്പിറേഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മുടെ ഈ പറയുന്ന ഈ സബ്സ്ട്രേറ്റിനെ ബ്രേക്ക് ചെയ്തു അല്ലെ. ഇവിടെ നമ്മൾ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് പൈറുവേറ്റ് ആക്കി മാറ്റി. ആ പൈറുവേറ്റ് ലിങ്ക് റിയാക്ഷനിൽ കയറുന്നു, അസറ്റൈൽ കോയെ ആവുന്നു അല്ലെ. അപ്പൊ നമുക്കിവിടെ കിട്ടുക പൈറുവേറ്റ് അസറ്റൈൽ കോയെ ആവും. കറക്റ്റ്. അതിനെ പിന്നെ നമ്മൾ ചെറുതാക്കിക്കൊണ്ട് വരികയാണ് അല്ലെ. അസറ്റൈൽ കോയെ നേരെ TCA സൈക്കിളിൽ കയറും. കറക്റ്റ്. TCA സൈക്കിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന NADHും FADHും കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ എനർജി നമുക്ക് അതിൽ നിന്ന് കിട്ടണ്ടേ അല്ലെ. NADHനെയും നമ്മൾ നേരെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് കയറ്റും അല്ലെ. അതാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഇതിങ്ങനെയാണ് നമ്മൾ ടോട്ടൽ ഗെയിൻ ഓഫ് ATP എയറോബിക് റെസ്പിറേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് നമ്മുടെ റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ്, നെറ്റ് ATP ഗെയിൻ എത്രയാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പിന്നെ റെസ്പിറേറ്ററി കോഷ്യന്റ്, അതിനെ ബേസിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. മെയിനായിട്ട് ഇതാ നമുക്ക് ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പം ഇവിടെ വരുന്നത് 4ാമത്തെ കോൺസെപ്റ്റ് എയറോബിക് റെസ്പിറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന 5ാമത്തെ കാര്യമാണ് എയറോബിക് റെസ്പിറേഷൻ അല്ലേ. എയറോബിക് റെസ്പിറേഷനിൽ നമ്മൾ പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒന്ന് നമ്മുടെ TCA സൈക്കിൾ അല്ലെങ്കിൽ നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിൾ. ഓക്കെ. 2ാമതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതായത് TCA സൈക്കിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന NADHനെയും FADHനെയും കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് മാക്സിമം എനർജി ജനറേറ്റ് ചെയ്യണം. ഇസ്ന്റ് ഇറ്റ്. അപ്പൊ അതന്നെയാണ് ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഉള്ളത്. അത് നടക്കുക നമ്മുടെ ഇത്രയും നേരം TCA സൈക്കിളൊക്കെ നടന്നത് എവിടെയായിരുന്നു, മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സിലായിരുന്നു. കറക്റ്റ്. TCA സൈക്കിളൊക്കെ നടക്കുന്നത് മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സിലായിരുന്നു. മൈറ്റോകോൺട്രിയൽ
മാട്രിക്സിലാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ശരിക്കും നടക്കുന്നത്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കാൻ ഇലക്ട്രോൺസിന്റെ കണ്ടിന്യൂസ് ഫ്ലോ, അതായത് ഈ രണ്ട് കോമ്പൗണ്ട്സും NADH ഉം FADH ഉം ബ്രേക്ക് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് ഒരു കണ്ടിന്യൂസ് ചെയിനിൽ ഇങ്ങനെ ഫ്ലോ ചെയ്ത് അതിൽ നിന്നും എനർജി ATP ഫൈനലി ഉണ്ടാക്കണം. അതാണ് ഇവിടെ നടക്കുന്നത് അല്ലെ. അപ്പൊ അത് നടക്കാൻ പോകുന്നത് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. പോരാതെ ഇതിൽ കൂടി, അതായത് ഈ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, സെമി പെർമിയബിൾ മെംബ്രെയിൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആയിരിക്കും. മൈറ്റോകോൺഡ്രിയ ഡബിൾ മെംബ്രെയിൻ ഉള്ള സ്ട്രക്ചറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെംബ്രെയിനിൽ കൂടി ഈ ഇലക്ട്രോൺസിന് ഇങ്ങനെ പോണെങ്കിൽ തന്നെ ഒന്നും പോകാൻ വേണ്ടി പറ്റില്ല. അവർക്ക് ചില കാരിയേഴ്സിനെ ആവശ്യമുണ്ട്, ചില ചാനൽസിനെ ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ പ്രോട്ടീൻ ചാനൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ചില എൻസൈമുകളാണ്. അങ്ങനെ നമുക്കൊരു 4 എൻസൈം കോംപ്ലക്സ് ഉണ്ട് ഈ ഇലക്ട്രോണിന്റെ പാസേജിനെ ഹെൽപ്പ് ചെയ്യുന്നതും. അതുപോലെ തന്നെ 5ാമത്തെ ആളാണ് ATP സിന്തേസ്, ATP സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. മക്കളെല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് 5 എൻസൈം കോംപ്ലക്സുകളാണ് ഉള്ളത്. 1ാമത്തെ കോംപ്ലക്സ് ആരാണ്? നമ്മുടെ ഫസ്റ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് NADH ഡീഹൈഡ്രോജനേസ്. പേര് പോലെ തന്നെ നമുക്കറിയാലോ, എൻസൈം കോംപ്ലക്സുകൾ ഇരിക്കുന്നത് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ്. NADH ഡീഹൈഡ്രോജനേസ്. ഓക്കെ, ഇവരെ അസോസിയേറ്റഡ് ചില കോ ഫാക്ടേഴ്സും ഇവരുടെ ഉള്ളിലുണ്ട്. ഇവർക്ക് ഫങ്ഷൻ ചെയ്യാൻ ഇവരുടെയൊക്കെ ഹെൽപ്പ് ആവശ്യമുണ്ട്. അവരുടെ കൂടെ ഉള്ളത് ആരാണ്? FMN-ഉം FES-ഉം ഉണ്ട്. ഓക്കെ, FMN-ഉം FES-ഉം ഉണ്ട്. 2ാമതായിട്ട് ഉള്ളത് FADH ഡീഹൈഡ്രോജനേസ്, അല്ലെങ്കിൽ ഈ എൻസൈമിന്റെ മറ്റൊരു പേരാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. ഓക്കെ, സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. അപ്പൊ ഇതിൽ ആരൊക്കെയാണ് വരുന്നത്? 2ാമത്തെ കോംപ്ലക്സിൽ അവരുടെ കൂടെ വരുന്നത് FAD-യും FES-ഉമാണ്. 3ാമത്തെ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഈ 1ന്റെയും 2ന്റെയും ഇടയ്ക്കാണ് 3 ഇരിക്കുക, 1, 2 കഴിഞ്ഞിട്ടല്ല. 3ാമത്തെ കോംപ്ലക്സ് എന്ന് പറയുന്നത് സൈറ്റോക്രോം BC1 കോംപ്ലക്സ് ആണ്. BC1 കോംപ്ലക്സ് ആണ്. സൈറ്റോക്രോം BC1-ൽ ഇരിക്കുന്നത് ആരൊക്കെയാണ്? കുറെ ചെറിയ ചെറിയ ആൾക്കാർ ഇവരുടെയും കൂടെ ഉണ്ട് കേട്ടോ. സൈറ്റോക്രോം BC1-ലും കുറെ പേരുണ്ട്. അതായത് സൈറ്റോക്രോം B, പിന്നെ അതുപോലെ തന്നെ FES ഇവിടെയും ഉണ്ട്. സൈറ്റോക്രോം C1 അല്ലെ, സൈറ്റോക്രോം B, FES, സൈറ്റോക്രോം C1, ഇത്രയും പേരുണ്ട്. പിന്നെ ഉള്ളത് 4ാമത്തെ കോംപ്ലക്സ്. 4ാമത്തെ കോംപ്ലക്സിൽ ഇരിക്കുന്നത് നമ്മുടെ സൈറ്റോക്രോം C ഓക്സിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് നമ്മുടെ പ്രോട്ടീൻ ചാനലായിട്ട് അല്ലെ, കാരിയറായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിലാരൊക്കെയാണുള്ളത്? അതിൽ കുറേ പേരുണ്ട്. CUA, സൈറ്റോക്രോം A, സൈറ്റോക്രോം A3, CUB അല്ലേ, അങ്ങനെയുള്ള കുറേ പേരും ഇവിടെ ഉണ്ട്. പിന്നെ ഉള്ളതാണ് നമ്മുടെ അവസാനത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള്, നമ്മുടെ 5ാമത്തെ ആളാണ് നമ്മുടെ ATP സിന്തേസ് എന്ന് പറയുന്ന കോംപ്ലക്സ്. ഓക്കെ, അതാണ് ATP സിന്തസൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ 5 കോംപ്ലക്സുകൾ എന്ന് പറഞ്ഞത്. NADH ബ്രേക്ക് ചെയ്യാൻ NADH ഡീഹൈഡ്രോജനേസ്, FADH ബ്രേക്ക് ചെയ്യാൻ FADH ഡീഹൈഡ്രോജനേസ്. കാരണം നമ്മുടെ ഗോൾ എന്താ? ഇവരെ ബ്രേക്ക് ചെയ്തിട്ട് മാക്സിമം എനർജി അതിൽ നിന്നും റിലീസ് ചെയ്യണം. സൈറ്റോക്രോം BC1, സൈറ്റോക്രോം B ഉണ്ട്, FES ഉണ്ട്, സൈറ്റോക്രോം C1 ഉണ്ട്. സൈറ്റോക്രോം C ഓക്സിഡേസിൽ CUA, സൈറ്റോക്രോം A, സൈറ്റോക്രോം A3, CUB, പിന്നെ ഉള്ളത് ATP സിന്തേസ്, ലാസ്റ്റത്തെ ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഉള്ളത്. അപ്പൊ നമ്മൾ നമ്മുടെ മൈറ്റോകോൺഡ്രിയ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഈ കോംപ്ലക്സുകൾ ഇരിക്കുക. ഇവരെല്ലാം കൂടി എങ്ങനെയാണ് ഈ ഇലക്ട്രോൺസിനെ ക്യാരി ചെയ്ത് എനർജി ജനറേറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മൈറ്റോകോൺഡ്രിയയുടെ മെട്രിക്സ് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ NCERT-യിലേക്കാളും കുറച്ച് വ്യത്യാസമായിട്ടാണ് മാം വരയ്ക്കുന്നത്. നമ്മുടെ മെട്രിക്സ് അല്ലെ, മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉൾഭാഗം അല്ലെ. ഇതാണ് അപ്പം ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. ഈ ആൾക്കാരൊക്കെ ഇരിക്കുന്ന നമ്മുടെ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ആണ് ഇത് അല്ലെ, ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ, isn't it? Yes. പിന്നെ ഇതാണ് നമ്മുടെ ഇന്റർ മെംബ്രെയിൻ സ്പേസ്, ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഏറ്റവും പുറത്തിരിക്കുന്നതാണ് നമ്മുടെ ഔട്ടർ മെംബ്രെയിൻ.
യെസ്, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. മെട്രിക്സ് ഉണ്ട്, ഇപ്പം മൈറ്റോകോൺട്രിയയുടെ കുറച്ച് ഭാഗമാണ്, ഈ എൻസൈം കോംപ്ലക്സിൽ ഇരിക്കുന്ന കുറച്ച് ഭാഗമാണ് ഇവിടെ നമുക്ക് കാണിക്കുന്നത്. മാം ഫുള്ളായിട്ടൊന്നും പ്രോസസ്സ് പറയുന്നില്ല, നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉണ്ടല്ലോ, അപ്പോൾ മക്കൾക്ക് മാക്സിമം മനസ്സിലാവുന്ന രീതിയിൽ ഞാനിത് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം ആദ്യത്തെ കോംപ്ലക്സ് ഇരിക്കുന്നത് നോക്കുക. ഫസ്റ്റ് കോംപ്ലക്സ് ഇതാ ഇവിടെയാണ് ഇരിക്കുക കേട്ടോ. ഫസ്റ്റ് കോംപ്ലക്സ് ഇരിക്കുന്നത് ഇതാ ഇവിടെയാണ്. നമ്മുടെ ഫസ്റ്റ് കോംപ്ലക്സിന്റെ പേരെന്താ? NADH ഡീഹൈഡ്രോജനേസ് അല്ലേ? NADH ഡീഹൈഡ്രോജനേസ് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒന്നാമത്തതിന്റെ തൊട്ടടുത്തിരിക്കുന്നത് സെക്കൻഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആണ്. രണ്ടാമത്തെ കോംപ്ലക്സ് അല്ല, മൂന്നാമത്തെ കോംപ്ലക്സ് ആണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? ഇവർ രണ്ടുപേരെ നടുക്കിയിരിക്കുന്നത് മൂന്നാമത്തെ കോംപ്ലക്സ് ആണ്. മൂന്നാമത്തെ കോംപ്ലക്സിന്റെ പേരെന്താണ്? സൈറ്റോക്രോം BC1. അപ്പം 3 ഇവിടെ ഇരിക്കുന്നത്. പിന്നെ വരുന്നതാണ് രണ്ടാമത്തെ കോംപ്ലക്സ്. രണ്ടാമത്തെ കോംപ്ലക്സ് ആണ് ഇതാ ഇവിടെ ഇരിക്കുന്നത്. രണ്ടാമത്തെ കോംപ്ലക്സ് ആണ് നമ്മുടെ FADH ഡീഹൈഡ്രോജനേസ്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെയുള്ളത് നോർമലായിട്ട് നമ്മുടെ നാലാമത്തെ കോംപ്ലക്സ് അല്ലേ? നാലാമത്തെ കോംപ്ലക്സിന്റെ പേരെന്താ? സൈറ്റോക്രോം C ഓക്സിഡേസ്. പിന്നെ വരുന്നത് നമ്മുടെ അഞ്ചാമത്തെ ATP സിന്തേസ്. 2 പാർട്ടായിട്ടാണ് ഇവിടെ ഇരിക്കുക. ഒരു പാർട്ട് ഇങ്ങനെ നേരെ ഇതിന്റെ അക്രോസ് മെംബ്രെയിനും ഉണ്ടാവും, ഒരു പാർട്ട് നമ്മുടെ മെട്രിക്സിന്റെ അങ്ങോട്ടേക്ക് ഇങ്ങനെ ഉന്തിയും നിൽക്കും അല്ലേ? അപ്പം F0 F1 എന്ന് പറഞ്ഞിട്ട് F0 ആണ് ഇങ്ങനെ അക്രോസ് മെംബ്രെയിൻ ഉണ്ടാവുക, F1 ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ അഞ്ചാമത്തെ കോംപ്ലക്സ് ATP സിന്തേസ് ഉള്ളത്. ഇത്രയും മനസ്സിലായില്ലേ? യെസ്, ഓരോ കോംപ്ലക്സിന്റെ പേരും മിസ് പറഞ്ഞു തന്നു. ഓരോരുത്തരുടെ ഫംഗ്ഷൻ എന്താ? NADH ബ്രേക്ക് ചെയ്യണം, FADH ബ്രേക്ക് ചെയ്യണം അല്ലെ? അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി എന്താണെന്നറിയാമോ, നിങ്ങളിവിടെ നമ്പേഴ്സോ ഇതൊന്നും നോക്കണ്ട. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇത് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് 1ന്റെയും 3ന്റെയും ഇടയ്ക്കും 2ന്റെയും, അതായത് ഇവിടെ എന്താ ശരിക്കും സംഭവിക്കാന്നറിയോ മാം? ആദ്യം ഇലക്ട്രോണിന്റെ പാത്വേ മക്കൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇലക്ട്രോൺ വരുന്ന പാത്വേ ആണ് മാം കാണിക്കുന്നത്. ഇലക്ട്രോൺ വരുന്നത് രണ്ട് രീതിയുണ്ട്. ഓക്കെ, ഒന്ന് NADH ബ്രേക്ക് ചെയ്തു, ഇലക്ട്രോണിന്റെ ഒരു പാത്വേ ആണ് ഇത്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് നേരെ വന്നിട്ട് ഇവിടെ ഇടയ്ക്കൊക്കെ ചില ആളുകളൊക്കെ ഇലക്ട്രോണിനെ ക്യാരി ചെയ്യും. എന്നിട്ട് ഇതാ ഇവിടെ ഒരു സെന്റർ ഉണ്ട്, സൈറ്റോക്രോം B ഉണ്ട്. ഈ സൈറ്റോക്രോം Bയിലേക്ക് എത്തും. രണ്ടാമത്തെ പാത്വേ ആണ് ഇവിടുന്ന് വന്ന് ഇവിടെയും ഇടയ്ക്ക് ഒരാളുണ്ട് ഇലക്ട്രോണിനെ ക്യാരി ചെയ്യുന്നത്. ഇവിടുന്നും സൈറ്റോക്രോം, കാരണം സൈറ്റോക്രോം Bക്ക് ഒരു കുറവ് വരരുത്. ഓക്കെ, സൈറ്റോക്രോം Bയിലേക്ക് എപ്പോഴും കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു പാത്വേ വരുന്നത്. പിന്നെ ഇവിടെയുള്ള എൻസൈം ഇല്ല, ഇപ്പൊ സൈറ്റോക്രോം Bയിലെത്തുന്ന എൻസൈം പലരിൽ കൂടിയും പാസ്സായിട്ട് നേരെ ഇവിടെ ഇടയ്ക്ക് ഇതിനെ ക്യാരി ചെയ്യുന്ന ഒരാളുണ്ട്, ഇതിലേ കൂടി നേരെ നമ്മുടെ 4ലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 4ലെത്തിയ എൻസൈം ഇവിടെ പലരുടെയും കൂടെ പാസ്സായി ലാസ്റ്റ് അല്ലേ അവിടെ ഒരു ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജൻ ഇവരെ റിസീവ് ചെയ്തിട്ട് വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹൈഡ്രജൻ അയണും ഓക്സിജനും കൂടി അവരെ റിസീവ് ചെയ്തിട്ട് വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഇലക്ട്രോൺ ഇങ്ങനെ പാസ് ചെയ്തിരിക്കുമ്പം അതിവിടെ കുറേ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ കുറേ ഒരു H+ അയണിന്റെ ഒരു ഗ്രേഡിയന്റിനെ ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ പ്രോട്ടോൺ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അത് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഹൈഡ്രജൻ അയൺസിന് ഒരു ടെൻഡൻസി ഉണ്ടാകും. അതായത് ഹൈഡ്രജൻ അയൺസിന് ഒരു ടെൻഡൻസി ഉണ്ടാകും ഈ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഇങ്ങനെ താഴേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ ഹൈഡ്രജൻ അയണിന്റെ പാത്വേയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായല്ലോ? ഇലക്ട്രോണിന്റെ പാത്വേ മനസ്സിലായല്ലോ? യെസ്, ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് നമ്മൾ പറയുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. യെസ്, അപ്പൊ ഇനി ഇവിടെ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. മക്കൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നമ്മുടെ ആദ്യം ബ്രേക്ക് ആവുന്നത് NADH ഡീഹൈഡ്രോജനേസ്. NADH ബ്രേക്ക് ആവുമ്പം NADH+H+ ആണ് അല്ലേ? അപ്പൊ നമുക്കിവിടെ NAD+ കിട്ടും, H+ ഇവിടെ റിമൂവ് ആവുന്നുണ്ട്, isn't it? യെസ്, അതുപോലെ തന്നെ ഇലക്ട്രോണിന്റെ പാത്വേ ആണ് ഞാൻ എൻ്റെ ഈ വെള്ള കളറിൽ കാണിച്ചിരിക്കുന്നത്. അത് കാരണം ഓരോ കോംപ്ലക്സിനും കുറെ കൂട്ടാളികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. കോംപ്ലക്സുകളൊന്നും ഒറ്റയ്ക്കല്ലല്ലോ. ഫസ്റ്റ് കോംപ്ലക്സിന്റെ കൂടെ ആരൊക്കെയുള്ളത്? ആദ്യം ദാ FAD എടുത്തു അല്ലേ? സോറി, FAD അല്ല, FMN എടുത്തു, പിന്നെ FES എടുത്തു, isn't it? അങ്ങനെയാണ് ഇലക്ട്രോൺ ഇവിടെ എത്തുന്നത്. മൂന്നാമത്തെ കോംപ്ലക്സ് നോക്കുകയാണെങ്കിൽ അവിടെയും എന്താ പറയുക ആൾക്കാരുണ്ട്. രണ്ടാമത്തെ കോംപ്ലക്സിൽ ആരൊക്കെ ഉള്ളത് മക്കളെല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? രണ്ടാമത്തെ കോംപ്ലക്സിലുള്ളത് FADയും FESഉം, isn't it? പിന്നെ മൂന്നാമത്തെ കോംപ്ലക്സിൽ ആരാണ് ഇരിക്കുന്നത് മക്കൾ ശ്രദ്ധിച്ചേ? നമ്മുടെ സൈറ്റോക്രോം B ഉണ്ട്, പിന്നെ സൈറ്റോക്രോം FES ഉണ്ട്,
സൈറ്റോക്രോം അല്ല, FES ഉണ്ട്, പിന്നെ സൈറ്റോക്രോം C1 ഉണ്ട്. അവിടുന്ന് നേരെ ഇത് പോയി നമ്മുടെ കോംപ്ലക്സ് 4ലാണ് എത്തുക. കോംപ്ലക്സ് 4ൽ ആരൊക്കെയാണ് ഉള്ളത്? ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? CUA ഉണ്ട്, സൈറ്റോക്രോം A, സൈറ്റോക്രോം A3 ആൻഡ് CUB ഉണ്ട്. സെൻഡ് അങ്ങനെയാണ് ഇതിൻ്റെ പാസേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോയും മാം നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇലക്ട്രോൺ വന്നു, ഇലക്ട്രോൺ നേരെ ഇതാ ഇങ്ങോട്ടേക്ക് കയറുകയാണ് അല്ലേ. FES എടുത്തു, FMN എടുത്തു. ഇനി ഇവരെ രണ്ടുപേരുടെ നടുക്ക് ഒരാൾക്ക് ഇലക്ട്രോൺ വെറുതെ അങ്ങ് മെംബ്രെയിനിൽ കൂടി പാസ് ചെയ്യാൻ പറ്റില്ല, ആരെങ്കിലും അതിനെ ക്യാരി ചെയ്യണ്ടേ അല്ലേ. അപ്പോൾ ഇവർ റിലീസ് ചെയ്യുന്ന സമയത്ത്, ഇവർ ഇലക്ട്രോണെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അറ്റ് ദ സെയിം ടൈം ഇവിടെ റിലീസ് ആവുന്ന H+ അയൺ അല്ലേ. ഈ H+ അയൺ നേരെ എങ്ങോട്ട് പോകുന്നുണ്ട്? H+ അയൺ നേരെ ഓരോ സമയത്തും ഇങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, H+ അയണിന്റെ നമ്പർ ഒന്നും ഞാൻ എഴുതുന്നില്ല, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ യൂബിക്വിനോൺ, ഓക്കെ, യൂബിക്വിനോൺ ഇവിടെ ഇരിക്കുകയാണ്. അതും H+ അയണിനെ ഇവിടെ നിന്ന് എടുക്കും, കാരണം അതിന് തന്നെ ഇലക്ട്രോണിനെ ക്യാരി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് യൂബിക്വിനോൾ ആവും. ഓക്കെ, എന്നിട്ടാണ് ഇത് ഇലക്ട്രോണിനെ നേരെ സൈറ്റോക്രോം Bക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ വർക്ക് കഴിയുമ്പം ആ യൂബിക്വിനോൺ എന്ത് ചെയ്യും? ആ H+ അയണിനെ നേരെ, ഇവിടെ നിന്ന് എടുത്ത H+ അയണിനെ നേരെ ഇങ്ങോട്ടേക്ക് വിടും. ഓക്കെ, H+ അയണിന്റെ നമ്പർ ഞാൻ എഴുതുന്നില്ല, കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, യെസ്. ഇതേ കാര്യം തന്നെയാണ് ഇവിടെയും നടക്കുക. നമ്മുടെ FAD+ അല്ലെ, FADH നമുക്ക് എന്താ തരുന്നത്? FAD+ഉം H+ഉം തരും. ഇസ്ന്റ് ഇറ്റ് ഫിഷ് ഡോക്ടേഴ്സ്? അപ്പോൾ H+ അയൺ അതുപോലെ തന്നെ ഇതാ നേരെ അങ്ങ് മുകളിലേക്ക് പോകും അല്ലേ, കാരണം അതവിടെ ഒരു ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് H+ അയൺ ഇവിടെ എത്തും. അറ്റ് ദ സെയിം ടൈം ഇവിടെയുള്ളവർക്ക് അല്ലെ, യൂബിക്വിനോണിന് ഇവിടെയും ഇലക്ട്രോണിനെ തന്നെ ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? ഇവിടുന്ന് കടമെടുക്കും. യൂബിക്വിനോൺ H+ അയണിനെ എടുത്തിട്ട് യൂബിക്വിനോൾ ആവും, എന്നിട്ട് അതിനെ നേരെ സൈറ്റോക്രോം Bക്ക് കൊടുക്കും. അവരുടെ ആവശ്യം കഴിയുമ്പം ആ H+നെ നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വിടുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ H+ അയണിന്റെ കോൺസെൻട്രേഷൻ ഇത് തുടങ്ങിയ സമയത്ത് ഇവിടെയായിരുന്നു, മെട്രിക്സിലായിരുന്നു H+ അയൺ കൂടുതൽ, ഹയർ കോൺസെൻട്രേഷൻ ആയിരുന്നു. ആദ്യം ഇവിടെയായിരുന്നു ഹൈ കോൺസെൻട്രേഷൻ അല്ലേ, അതുപോലെ ഇവിടെയായിരുന്നു ലോ കോൺസെൻട്രേഷൻ. പക്ഷെ ഇത് കഴിയുമ്പോഴേക്ക് നേരെ തിരിഞ്ഞു വരും അല്ലെ, കോൺസെൻട്രേഷൻ കൂടി കൂടി വരാൻ വേണ്ടി പോവാണ്. ഇനി എന്താ? ഇലക്ട്രോൺ അപ്പോൾ ഇവിടെ എത്തി, സൈറ്റോക്രോം B, FES, സൈറ്റോക്രോം C1. ഇനി ഇലക്ട്രോണിന് തന്നെ 4ലേക്ക് നടക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതിനെ ആര് ക്യാരി ചെയ്യും? നമ്മുടെ സൈറ്റോക്രോം C ക്യാരി ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ആളാണ് സൈറ്റോക്രോം C. സൈറ്റോക്രോം C ആണ് ഇലക്ട്രോണിനെ ക്യാരി ചെയ്ത് നേരെ CUAക്ക് കൊടുക്കുന്നു. സൈറ്റോക്രോം A, A3, CUB. ഇനി നേരെ വന്നിട്ട് ആ ഇലക്ട്രോൺ നേരെ വന്നിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹാഫ് ഓക്സിജൻ പ്ലസ് H+ ആണ്. നമുക്കിവിടെ ഒരു വാട്ടർ മോളിക്യൂൾ കിട്ടും. അങ്ങനെ ഇലക്ട്രോണിന്റെ ജോലി കഴിഞ്ഞു അല്ലെ. ഇലക്ട്രോണിന്റെ മെയിൻ ജോലി എന്തായിരുന്നു? ഓരോ പ്രാവശ്യവും ഇവരിങ്ങനെ ഇതിൽ കൂടി ഇങ്ങനെ എന്താ പറയുക, ഇലക്ട്രോണിനെ ഇങ്ങനെ പോകുന്ന സമയത്ത് H+ അയൺ ഗ്രേഡിയന്റ്, H+ അയൺ മെട്രിക്സിൽ നിന്നും നേരെ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ എത്തണം അല്ലെ. അപ്പൊ അങ്ങനെ അവിടെ എത്തി. ഇതേ സമയത്ത് ഈ 4ന് ഈ ഇലക്ട്രോണിനെ കിട്ടുന്ന സമയത്ത് ഇതേ സമയത്തും എന്ത് സംഭവിക്കുന്നുണ്ട്? H+ അയൺ ഇവിടെ എത്തുന്നുണ്ട്. അപ്പൊ ടോട്ടലി എന്തായി മക്കൾ നോക്കിക്കേ, ഇലക്ട്രോണിന്റെ ട്രാൻസ്പോർട്ട് കഴിഞ്ഞപ്പോഴേക്കും വാട്ടർ മോളിക്യൂൾ ഒക്കെ ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എന്തായി? ഹൈ കോൺസെൻട്രേഷൻ ആയി അല്ലേ. H+ അയണിന്റെ കോൺസെൻട്രേഷൻ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ കൂടുകയും ചെയ്തു, മെട്രിക്സിൽ ലോ കോൺസെൻട്രേഷനുമായി. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? മൂവ്മെന്റ്, ഒരു ടെൻഡൻസി ഉണ്ടാവില്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ? യെസ്, അതായത് ഓസ്മോസിസിൽ നമ്മൾ എന്താ പഠിച്ചേ? വാട്ടർ മോളിക്യൂൾസിന് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ടാവും ടു മൂവ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇവിടെ നമുക്ക് അതെല്ലാം ഉണ്ട്. മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ഉണ്ട് അല്ലെ. അതിന് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഓസ്മോസിസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഒരു പ്രോട്ടീൻ ചാനൽ ഉണ്ടാവും, അക്വാപോറിൻസ് എന്നൊക്കെ പറയുന്ന ചാനൽസിൽ കൂടിയാണ് വാട്ടർ മോളിക്യൂൾസ് പോവുക. പക്ഷെ ഇവിടെ ഉള്ളത് എന്താണ് പകരം? നമ്മുടെ ATP സിന്തേസ് എന്ന് പറയുന്ന ഒരു എൻസൈം കോംപ്ലക്സ് ആണ് അല്ലെ. അതാണ് നമ്മുടെ ഇവിടെ പ്രോട്ടീൻ ചാനലായിട്ട് ആക്ട് ചെയ്യുക. അപ്പൊ ഈ ചാനലിൽ കൂടി ആര് വരും? നമ്മുടെ H+ അയൺ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനിലേക്ക് വരുമ്പോൾ അത് F0 കൂടി പാസ് ചെയ്യുമ്പം F1 അതൊരു കോൺഫോർമേഷണൽ ചേഞ്ച് ഉണ്ടാക്കും. അങ്ങനെ അവരൊരു ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ റിലീസ് ചെയ്യും. ഇസ്ന്റ് ഇറ്റ്? അപ്പം എന്താ സംഭവിക്കുക? നമ്മുടെ ADP ആ ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ എടുത്തിട്ട് ഇവിടെ ATP ഉണ്ടാക്കും. ഇതിനെയാണ് നമ്മൾ കെമി ഓസ്മോട്ടിക് ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസിന്റെ ഒന്നും കൊണ്ടല്ല,
പാർട്ടിക്കിൾസ്, അതായത് പ്രോട്ടോൺസ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടുണ്ടായ ഒരു ചാർജ് കൊണ്ടല്ലേ ഈ എൻസൈം കോംപ്ലക്സ് ATP സിന്തേസ് ആക്ടിവേറ്റ് ആയത് അല്ലേ? അപ്പോഴല്ലേ ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ പോയത്, അപ്പോഴല്ലേ നമുക്ക് ATP കിട്ടിയത്. ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഉള്ള ഇലക്ട്രോണിന്റെ ഫ്ലോ എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെയാണ് കോംപ്ലക്സുകൾ, എത്ര കോംപ്ലക്സുകൾ ഉണ്ട്, പിന്നെ ഇലക്ട്രോണിന്റെ ഫ്ലോ എങ്ങനെയാണ്, ആൻഡ് എങ്ങനെയാണ് നമുക്ക് ATPയും വാട്ടർ മോളിക്യൂളും ഒക്കെ കിട്ടുന്നത് എന്നുള്ളത്. ഇത് കിട്ടിക്കഴിയുമ്പോൾ എന്താ, NADHും FADHും കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്കായി. കറക്റ്റ്. അതുപോലെ തന്നെ നമുക്ക് ഒരു NADH 3 ATPയും ഒരു FADH 2 ATPയും കിട്ടുമെന്നാണ് പറയുന്നത്. ആസ് പെർ ന്യൂ NCERT അതിന് ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ മക്കളെപ്പോഴും ലേറ്റസ്റ്റ് NCERT സ്റ്റിക്ക് ചെയ്ത് പഠിക്കുക. ഐ ഹോപ്പ് ദിസ് സ്മോൾ സെഷൻ വാസ് ഹെൽപ്ഫുൾ മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. അപ്പോൾ വർക്ക് ഹാർഡ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.